ഹലോ മേരി. ആ മേരി, ഗുഡ് മോർണിംഗ്. മോർണിംഗോ? ഇവിടെ കാനഡയിൽ രാത്രി 9:30 എന്നാ ഗുഡ് നൈറ്റ്. നീ ഭക്ഷണം കഴിച്ചാ? ആ കഴിഞ്ഞു. ബെറ്റിയും കുഞ്ഞും കിടന്നു. നമ്മുടെ മോൻ ഇതുവരെ എത്തിയിട്ടില്ല. അയ്യോ, എന്ത് പറ്റി? അവന് കമ്പനിയിൽ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. നിങ്ങൾ എന്തിനേതിനിങ്ങനെ ഞെട്ടല്ലേ മനുഷ്യ? എടി അറിഞ്ഞോണ്ടല്ലടി, അതങ്ങനെ വന്നു പോകുന്നതാണ്. നിങ്ങൾ ഇതുവരെ പള്ളിയിലോട്ട് ഇറങ്ങിയില്ലേ? ഞാനും മോള് റെഡി ആയിരിക്കാണ്. അവള് അലക്സിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇനി എത്ര നേരം എടുക്കുവോ? അലക്സ്, അലക്സ്, എഴുന്നേക്ക്. അലക്സ്, ഇവിടെ പോണു രാവിലെ സാരിയൊക്കെ കൊടുത്ത്. എഴുന്നേക്ക്, അച്ഛൻ വെയിറ്റ് ചെയ്യണു. പോണോടെ, അയാളെന്തിനു വെയിറ്റ് ചെയ്യണേ? അത് കൊള്ളാം, പള്ളിയിൽ പോണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ പൊയ്ക്കോളാൻ. എന്താ അലക്സ്, അച്ഛൻ എന്താ വിചാരിക്കുക? അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുന്തവും ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു ടാക്സി എങ്ങനെ പിടിച്ച് പോ. കാശ് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. അയ്യോ, ഇത്ര അവതാരം ചെയ്യണ്ട. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ പൊന്നു സോഫി, രാവിലെ തുടങ്ങല്ലേ ചൊറിയാൻ. ആകപ്പാട് കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. ഞാൻ മനസ്സമാനോട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ആ, ഇപ്പൊ ഞാൻ പോണല്ലേ, കുറച്ചു കഴിയുമ്പോ വിളിക്കട്ടെ. സോഫി സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ പട്ടി വരും നിങ്ങളോട്. നീ മിണ്ട വേണ്ട, ചൊറിയാൻ വേണ്ട. ഒരു ഉപകാരം ഉണ്ടാക്കും. ഓടി. നമ്മളെ വൈഫൈയുടെ പാസ്വേഡ് ടാക്സി ബുക്ക് ചെയ്യണ്ടേ? ഞാൻ ഇത്ര മെസ്സേജ് അയച്ചിട്ട് അലക്സിന് റെസ്പോണ്ട് ചെയ്യാൻ വയ്യ അല്ലേ? ഇത് ലാസ്റ്റ് മെസ്സേജ് ആണ്. അച്ഛന്റെ പിറന്നാളായതുകൊണ്ടല്ലേ പള്ളിയിൽ പോയത്. എപ്പോഴും അലക്സ് ഇങ്ങനെ തന്നെയാണ് കാണിക്കണേ. ഇനി ഒരു കാര്യത്തിന് ഞാൻ അലക്സിന്റെ സഹായം ചോദിക്കില്ല. ബൈ. അച്ഛന്റെ പിറന്നാളാ? മന്ദു, നീ അത്യാവശ്യം വീട്ടിലോട്ട് വാ. ഒരു പ്രശ്നമുണ്ട്. വീട്ടിലോട്ട് വാടാ പുല്ലേ. ഈ നിസ്സാര കാര്യത്തിനാണോടാ ഞാൻ ആ കല്യാണം വിട്ടിട്ട് വന്നത്? ആരുടെ കല്യാണം? ആരുടെയോ കല്യാണം, എന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ പോട്ടെ, നിന്റെ പ്രശ്നം. എടാ, അത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. നീ അവളെ വിളിച്ചൊരു സോറി പറയടാ. എടാ, നീ വിളിച്ച അവൾ ഫോൺ എടുക്കണ്ടേ? എന്നാ പിന്നെ നീ പള്ളിയിൽ പോയി പറ. അല്ല, നീ പള്ളിയിൽ പോയി അവളോട് സോറി പറയാൻ. എടാ, അതൊന്നും ശരിയാവില്ല. അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങാറായി കാണും. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ, നീ അവളുടെ അച്ഛനെ ഹാപ്പി ആക്കുക. അതിന് അയാളുമായിട്ടല്ല പ്രശ്നം, അവളുമായിട്ടാണ്. എടാ, അയാള് ഹാപ്പി ആയ അവള് ഹാപ്പി ആവൂലേ? തന്തപ്പൊടിയുടെ ബർത്ത്ഡേ ആഘോഷാക്കുക. എന്നാലും എന്താണ് പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനം? എടാ, എന്നാലും നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കാണില്ലേ? എടാ, ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, മൊബൈലും ഇയർപോഡും ഒക്കെ. പിന്നെ സിനിമാ ഭ്രാന്തനാണ്. OTT വരുന്ന സകല സിനിമയും കുത്തിയിരുന്ന് കാണും. ഇപ്പൊ അയാളുടെ TV എന്തോ അടിച്ചു എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അത് മതി, പ്രോബ്ലം സോൾവ്. എടാ, നമ്മുടെ പിട്ടാപ്പള്ളി ഏജൻസീസിൽ പോയി പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരു ലോഡ് വാങ്ങുന്നു. ഓഫർ അടക്കല്ലേ? എന്തോ ഓഫർ? എടാ, ഓണം ഓഫർ, ഫുൾ ഓൺ. അപ്പൊ അത് മതിയില്ലേ? പിന്നല്ലാതെ. എടാ, റീസണബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനം പിട്ടാപ്പള്ളിയല്ലേ. അത് മാത്രമല്ല, കേരളത്തിലെ ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ചെയിനിൽ ഇന്ന് അവരല്ലേ ടോപ്പ്. 35 വർഷത്തെ സേവന പാരമ്പര്യം, കേരളമെമ്പാടും 81 ഷോറൂം. നീ എനിക്ക് പിട്ടാപ്പള്ളിയെ കുറിച്ച് ട്യൂഷനൊന്നും എടുക്കണ്ട. ഇതൊക്കെ എല്ലാവരെയും പോലെ എനിക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. എന്തിനാടാ കുറയ്ക്കുന്നത്? കാര്യമായിട്ട് തന്നെ വാങ്ങണം. ഹെഡ്ഫോണും ഇയർപോഡും നേരത്തെ പറഞ്ഞ സ്മാർട്ട് TVയും പിന്നെ 2 മൊബൈലും. 2 മൊബൈലാ? അതെന്തിന്? ഇരിക്കട്ടാ, ഒന്ന് വീട്ടിൽ വെക്കാനും ഒന്ന് പുള്ളിക്ക് കൊണ്ടു കിടക്കാനും. നിന്നെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ, അയാൾക്ക് വേണ്ടെങ്കിൽ നീ എടുത്തോ, അല്ലെങ്കിൽ അവക്കോട്, അല്ലെങ്കിൽ എനിക്കിതാ. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും പുള്ളി വീടെത്തുമ്പോൾ വീട്ടിൽ മൊത്തം പുള്ളിക്കുള്ള ഗിഫ്റ്റുകളായിരിക്കണം. ഈ പ്ലാനെങ്കിലും വർക്കൗട്ട് ആവുമോ? ഇത് ഞാൻ സ്ഥിരം പറയുന്ന പോലെ അല്ല, ഈ പ്ലാൻ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ഇനി ഇതിൽ വീണില്ലെങ്കിൽ അടുത്ത പ്ലാനിൽ എന്തായാലും വീഴും. ഫുൾ ഓൺ. എന്താണിത്, പെരുന്നാളാ? എന്താ പറയുന്നത്? അച്ഛനൊരു ചെറിയ സർപ്രൈസ്. ഇനി ഇതിൽ വീണില്ലെങ്കിൽ അടുത്ത പ്ലാനിൽ എന്തായാലും വീഴും. ഫുൾ ഓൺ. അച്ഛാ, എന്താ അലക്സ്, അച്ഛൻ ഞെട്ടലിന്റെ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞൂടെ?
ഞെട്ടുന്ന അസുഖവും. ഉണ്ടായില്ലടാ, എടാ തട്ടിപ്പോയോ എന്തോ. അച്ഛാ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. എന്റെ ബർത്ത്ഡേ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, അച്ഛന്റെ ബർത്ത്ഡേ ഇവള് മറന്നാലും ഞാൻ മറക്കില്ല. ഇനി ഇവർ രണ്ടുപേരും മറന്നാലും ഞാൻ മറക്കില്ല. എന്റെ ഫ്രണ്ടാണ് അച്ഛാ, നന്ദു. അതൊക്കെ ഈ പൊതികളൊക്കെ ഇതെല്ലാം അച്ഛനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുകളാണ്. ഇതാ അങ്കിളിന്റെ സിനിമ ആണ് 55 ഇഞ്ചിന്റെ TV. എന്നാ പിന്നെ കേക്ക് മുറിച്ചാലോ? കേക്കൊക്കെ മുറിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഓ, ഞാനും ഇവളും തമ്മിലുള്ള പ്രശ്നം. അതൊക്കെ ബർത്ത്ഡേ സർപ്രൈസ് തരാനുള്ള എൻ്റെ ഒരു നമ്പർ ആയിരുന്നില്ലേ, അല്ലേ? അല്ലേടാ? അതെ അതെ, ഇന്നലെ രാത്രി തന്നെ അലക്സ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്ന്. ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. ഉണ്ട്. എന്നാ പിന്നെ കേക്ക് മുറിക്കാം അല്ലേ? അലക്സേ, അച്ഛന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊക്കെ ശരിയാ, പക്ഷെ ഇത് എന്റെ അച്ഛന്റെ അല്ല, പള്ളിയിലെ അച്ഛന്റെയാ. അയ്യോ, എന്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുന്നേന്നാണല്ലോ. അല്ല, നമ്മൾ ഉദ്ദേശിച്ചത് ഈ വലിയ വലിയ ആളുകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, എന്ന് വേണമെങ്കിലും ആഘോഷിക്കാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ ഹോളിഡേക്ക് അല്ലല്ലോ നമ്മൾ ഹോളി ആഘോഷിക്കുന്നത്. ഈ ഒരു ഡേറ്റ് വെച്ച് ആഘോഷിക്കുന്നതിന് വളരെ ബോർ ഏർപ്പാടാണ്. ഇപ്പൊ ഈ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബാക്കിയുള്ള ദിവസങ്ങൾ അമ്മയും അച്ഛനൊക്കെ വേറെ കൊണ്ടിങ്ങനെ പോകും. മതിയടാ മതി, നീ കിടന്ന് ഉരുളണ്ട. നീ പണ്ടേ എങ്ങനെയാന്ന് എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് നീ അങ്ങോട്ട് വാ, നീയല്ലേ ഇതൊക്കെ അറിഞ്ഞത്. അതെ, എന്റെ ബർത്ത്ഡേക്ക് ഇനിയുണ്ട് പരിപാടികള്. കാര്യം സംഗതി കുറച്ച് പാളിയെങ്കിലും അച്ഛനെ സന്തോഷിപ്പിക്കാനെടുത്ത എഫേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം പിണക്കം മാറിയാ? കത്തെടുത്തിട്ട് വരട്ടെ? എന്തിനാ? കേക്ക് മുറിക്കണ്ടേ? ഇയാളെന്തിനാ ചിരിക്കണേ? എന്തു പറ്റി അച്ഛൻ? നീ എന്റെ ബർത്ത്ഡേ വെച്ചിട്ടേ ഈ പടക്കം പൊട്ടിക്കാനും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഈ ബലൂണും ഗിഫ്റ്റൊക്കെ എന്റെ കുറെ കാശും മുടക്കി ഈ പൊട്ടറയെ കൊണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞപ്പോഴാ എന്റെ കാരണല്ല, എല്ലാ സാധനങ്ങളും അച്ഛന്റെ കറിയിൽ നിന്നാണ് വാങ്ങിച്ചത്.